സ്കൂളുകളിലൊക്കെ ശാസ്ത്രമേളകൾ നടക്കുന്ന സമയമാണ്. സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്, വർക്ക് എക്സ്പീരിയൻസ്, ശാസ്ത്രമേളകളുടെ ഒക്കെ ഒരു മേളകളുടെ ഒരു പൂരാണ് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഉണ്ടാവുക അല്ലേ? നിങ്ങൾ പലരും ശാസ്ത്രമേളകളിലൊക്കെ പങ്കെടുക്കുന്നവരായിരിക്കും. ഇന്ന് ആക്ച്വലി കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേക്കുള്ള ശാസ്ത്രമേളകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും അന്നത്തെ അനുഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ചെറിയൊരു ബ്ലോഗാണ്. എക്സാം വാലി ലേണിംഗിന്റെ ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് ആളുകളൊക്കെ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ കാലത്ത് ശാസ്ത്രമേള എന്നൊക്കെ. അപ്പൊ ഞാൻ 2015 10ാം ക്ലാസ് പാസ് ഔട്ട് ആവുന്നത്. 5 മുതൽ 10ാം ക്ലാസ് വരെ മാത്സ് ഫെയറിനാണ് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. +1 +2 മാത്സ് ഫെയറിനാണ് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. 5, 6, 7, 8 ക്ലാസ്സിലൊക്കെ നമ്പർ ചാർട്ട് എന്ന് പറയുന്ന ഐറ്റത്തിനാണ് ഉണ്ടായിരുന്നത്. 9, 10, +1 +2 ഞാൻ അതർ ചാർട്ട് എന്ന് പറയുന്ന ഐറ്റത്തിലേക്ക് മാറി. ഇപ്പോൾ പലരും നമ്പർ ചാർട്ടിന് അതർ ചാർട്ടിനൊക്കെ പങ്കെടുക്കുന്നവരുണ്ടാവും. ഞാനൊക്കെ UP തലത്തിൽ പാസ്കൽ ട്രയാങ്കിളിന്റെ കണ്ടന്റ് വെച്ച് മാത്രമായിരുന്നു പോയിരുന്നത്. ജില്ലാ തലം വരെ പോകും, സ്റ്റേറ്റ് ലെവലിലേക്ക് അങ്ങോട്ട് കിടക്കില്ല. അങ്ങനെ 10ാം ക്ലാസ്സിലാണ് പിന്നെ അതർ ചാർട്ടിലേക്ക് ഷിഫ്റ്റ് ആവുന്നതും. ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്ന അന്നൊക്കെ ട്രെൻഡിങ് ആയിട്ട് കുട്ടികൾക്കൊക്കെ അമേസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ജില്ലാ തലത്തിലൊക്കെ 2-3 പേര് സെയിം ടോപ്പിക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് ലെവലിലേക്ക് സെലക്ഷൻ കിട്ടുന്നത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. മാത്സ് ഫെയറിന് ഗോൾഡൻ റേഷ്യോയിൽ അതർ ചാർട്ട് മത്സരത്തിൽ. അപ്പൊ അതർ ചാർട്ട് മാത്സ് ഫെയറിനൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തുടങ്ങാം. എനിക്ക് തോന്നുന്നത് ഒരു 3 മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മൾ വൃത്തിയായിട്ട് ചാർട്ട് പേപ്പറിൽ അവിടുന്ന് ലൈവായിട്ട് വരക്കണമല്ലോ, എഴുതണം, എന്താണെങ്കിലും കൃത്യമായിട്ട് വൃത്തിയായിട്ട് എഴുതി പ്രസന്റേഷനിലാണ് നമ്മൾ മിടുക്ക് അവിടെ കാണിക്കേണ്ടത്. കൃത്യമായിട്ട് ജഡ്ജസിന് പ്രസന്റ് ചെയ്യുക, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് തറവായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളിടത്താണ് നമ്പർ 1 ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള ആളോട് അവർ പങ്കെടുത്ത ഐറ്റംസ് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ എക്സ്പീരിയൻസ് എന്നുള്ളതും എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരാനുള്ള ടിപ്സ് എന്നുള്ളതും ചോദിക്കാം. ബാസിൽ സർ, ഒരു വ്ളോഗ് ഉണ്ട്. വ്ളോഗ് എന്താ വെച്ചാല് ശാസ്ത്രമേളയുടെ സീസണാണ് ഇപ്പോൾ. സ്കൂളില് ജില്ലാ ശാസ്ത്രമേളൊക്കെ. അപ്പൊ നിങ്ങളുടെ ശാസ്ത്രമേളയുടെ അനുഭവം, അതായത് 10-15 വർഷം മുന്നത്തെ ശാസ്ത്രമേള എങ്ങനെയായിരുന്നു ഉള്ളത്? 10-15 വർഷം മുമ്പായിരിക്കോ? നിങ്ങൾ വയസ്സല്ലേ? ആയിക്കോട്ടെ. എന്തായാലും ഒരു കാര്യം അറിയാമെന്നറിയില്ല, ഞാൻ സ്റ്റേറ്റിൽ സെക്കൻഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പങ്കെടുത്തത് മാത്സിൽ സ്റ്റിൽ മോഡലിലായിരുന്നു. സ്റ്റിൽ മോഡലിൽ എനിക്ക് സ്റ്റേറ്റിൽ സെക്കൻഡ് കിട്ടി. അപ്പൊ ഞാൻ അന്ന് അവതരിപ്പിച്ചിരുന്നത് ഒരു പൈതഗോറസിന്റെ തിയറംസ്, പലതരത്തിലുള്ള തിയറംസ് അത് ഒരു മോഡലാക്കിയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതിലായിരുന്നു. അതിൽ എന്തോ ഭാഗ്യം കൊണ്ട്, പ്രത്യേകിച്ചും ഞാൻ പഠിച്ചിരുന്ന കൂടാളി സ്കൂളിലായിരുന്നു. അവിടെയുള്ള പ്രമോദ് മാഷായിരുന്നു എന്നെ എല്ലാ നിലക്കും ഗൈഡ് ചെയ്തിരുന്നത്. മാഷിന്റെ ഒരു ഗൈഡൻസ് ഉള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്തു, അന്ന് സെക്കൻഡ് കിട്ടി. അതാണ് എൻ്റെ നമ്മുടെ കുട്ടികളോട് എന്തെങ്കിലും ടിപ്പ് പറയണ്ടോ? ടിപ്പ് എന്താ വെച്ചാൽ, പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് പരമാവധി ഫോക്കസ് ചെയ്യുക. അതിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഓരോ തവണ കഴിയുമ്പോഴും പരമാവധി എന്തെങ്കിലും കണ്ടന്റ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത്. ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ പരമാവധി നല്ല രൂപത്തിലേക്ക് അത് ഡെവലപ്പ് ചെയ്ത് പോളിഷ് ചെയ്തിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ പ്രസൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു മോഡൽ ഉണ്ടാക്കും, മോഡലിൻ്റെ ഒരു ഭംഗി എന്നുള്ളതിനപ്പുറത്ത് അതിൽ ഓരോ കൺസെപ്റ്റും നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കണം. ആരെങ്കിലും ചോദിക്കുമ്പോൾ അതെന്താണെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ പാടില്ല. കൃത്യമായി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റണം. അത് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റണം. വളരെ പ്രസന്റ് ആയിക്കൊണ്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എനിക്ക് അതിലൊരു ടിപ്പായിട്ടൊക്കെ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് അടുത്ത് ഷാക്കിർ സാർ ഉണ്ട്. ഷാക്കിർ സാർ മാത്സില് മാഗസിൻ നിർമ്മാണ മത്സരത്തിൽ സ്റ്റേറ്റ് പോയാലാണ്. ഷാക്കിർ സാറോട് ചോദിക്കാം, ശാസ്ത്രമേളയുടെ സീസണാണ് ഇപ്പോൾ സ്കൂളിൽ. അപ്പോൾ നമ്മുടെ കാലത്തിലൊരു ശാസ്ത്രമേള, ഷാക്കിർ സാറൊക്കെ പ്രായമുള്ള ആളാണ്, 10-15 വർഷം മുമ്പത്തെ ഒരു ശാസ്ത്രമേള എങ്ങനെയായിരുന്നുള്ളത് നമ്മുടെ കുട്ടികൾക്കൊന്ന് ഒരു അനുഭവം പറയാം. അതാണ് കുറഞ്ഞ വാക്കുകളിൽ കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞങ്ങൾ മെയിനായിട്ട് ഹയർ സെക്കൻഡറി ടൈമിലാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ് പോയാണല്ലേ? സ്റ്റേറ്റിൽ. പക്ഷേ നമ്മൾ ഫിസിക്കലി പോകേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങൾ മത്സരിച്ചിട്ടുള്ള ഇവന്റ് മാഗസിൻ ആയിരുന്നു. സോ സ്കൂളിൽ ഒരു എൻട്രി ആണ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളുടെ സയൻസ് ബാച്ച് ആയിരുന്നു 2 ഇയേഴ്സിൽ. 11th-ലും 12th-ലും ഞങ്ങൾ സ്റ്റേറ്റ് പോയിട്ടുണ്ട്. അതിൽ 11th ഞങ്ങൾക്ക് സ്റ്റേറ്റ് സെക്കൻഡ് നേടാൻ സാധിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി ഞങ്ങൾ ചെയ്തത് പല ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് മാത്തിൻ്റെ പല ബുക്സ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ മാത്സിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസ്, ഇപ്പോൾ പല മിസ്റ്റേക്സ്, അതുപോലെ തന്നെ പല സയൻറ്റിസ്റ്റുകളെ കുറിച്ച്, അങ്ങനെ മാക്സിമം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അത് ബ്രെയിൻ സ്റ്റോം ചെയ്ത് അതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്, ഞങ്ങളുടെ ക്ലാസ്സിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് ഒരു ആർട്ട് റിലേറ്റഡ് സാധനങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു. അത് ഞങ്ങളെ മാഗസിനെ വളരെ
വളരെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ ആ ഒരു ടീം വർക്ക് നല്ല രസമായിരുന്നു. ഒരിക്കലും നമ്മൾ സ്റ്റേറ്റിൽ അങ്ങനെ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്നൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സ്റ്റിൽ നമുക്ക് സെക്കൻഡ് നേടാൻ കഴിഞ്ഞു. നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ആളടുത്ത് ചോദിച്ചു നോക്കാം. നമ്മുടെ നജാദ് സർ ഇവിടെ ഉണ്ടായിരുന്നു. ആള് മാത്സിലൊരു നജാദ് സർ ഇവിടെ ഉണ്ട്. നജാദ് സർ ഇതൊരു വ്ളോഗാണ്. വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ശാസ്ത്രമേളയുടെ സീസണാണ്. നജാദ് സർ പണ്ടൊരു ക്യുസറായിരുന്നു. മാത്സ് ക്യുസിലെ പുലിയാണ്. ജില്ലാ തലത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ മാത്സ് ക്യുസിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? പണ്ടത്തെ മാത്സ് ക്യുസ് എങ്ങനെയായിരുന്നു? എൻ്റെ അനുഭവം ഞാനിപ്പോൾ ശാസ്ത്രമേള കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-20 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ പയഞ്ചൻ അനുഭവമായിരിക്കും ചിലപ്പോൾ. ഞാൻ UP തലം മുതലാണ് മാത്ത് ക്യൂസസിന് പോകാൻ തുടങ്ങിയത്. മാത്ത് ക്യൂസസ് എനിക്കറിയാം, പസിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ ഉമ്മ മാത്ത് ടീച്ചറാണ്, 6ാം ക്ലാസ്സിലെ മാത്ത് ടീച്ചറാണ്. അപ്പോൾ ഉമ്മയാണ് മാത്തിലേക്കുള്ളൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. അങ്ങനെ 6th 7th ഞാൻ ജില്ല എത്തിയിട്ടില്ല, സബ് ജില്ലാ തലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് 8th 9th 10th ആ ഒരു സമയത്താണ് ഞാൻ ജില്ലയിലൊക്കെ പോയി തുടങ്ങിയത്. 10th എത്തിയപ്പോൾ ജില്ല സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പസിൽസ് ആണ് മെയിനായിട്ട് മാത്ത് ക്വിസസ്. നമുക്ക് ഒരു മിനി പസിൽസ് പോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. പസിൽസ് ക്രാക്ക് ചെയ്ത് ആൻസേഴ്സ് എടുക്കുക എന്നുള്ളതാണ് മാത്ത് ക്വിസസിലുള്ളത്. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കാം. അജ്മൽ സാർ എന്തൊരു ലൈവ് ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ അജ്മൽ സാറിന് കിടിലൻ അനുഭവങ്ങൾ കിട്ടിയിരുന്നു. ഷഫീർ സാർ എന്തോ ഒരു മീറ്റിംഗിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഷഫീർ സാറേയും പിടിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫൈനാൻസ് മാനേജർ ഉണ്ട് സാബിക്കും ഒരു മാത്സ് ഫെയറിലോ സയൻസ് ഫെയറിലോ എന്തോ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. യെസ്, സാബിക് സാർ ഇവിടെ ഉണ്ട്. അപ്പോൾ സാബിക് സാർ ഇതൊരു വ്ളോഗാണ്. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ ഈ ശാസ്ത്രമേള ഗണിതമേള ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പം നമ്മുടെ കാലത്തൊരു ശാസ്ത്രമേള എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ടിപ്പുകൾ പറഞ്ഞു കൊടുക്കാനുണ്ടോ? രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടോ എന്നുള്ളതൊക്കെയാണ്. അന്ന് ഇത്രത്തോളം പങ്കെടുത്ത ഐറ്റം ഏതായിരുന്നു? ഞാന് മാത്സിൽ നമ്മുടെ പസിലും പിന്നെ എക്സ്പെരിമെന്റ്സ് പങ്കെടുത്തിരുന്നത്. അന്ന് ഇത്രത്തോളം ലൈക്ക് വേൾഡും ഡെവലപ്പ് ആയിട്ടില്ല, ടെക്നോളജിക്കലും ഡെവലപ്പ് ആയിട്ടില്ല, ഓപ്ഷൻസും കുറവാണ്. സോ അന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസന്റേഷൻ ആയിരുന്നു. കാരണം കുട്ടികൾക്ക് കണ്ടന്റ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല കണ്ടന്റ് ആയിട്ട് ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇച്ചിരി എനർജറ്റിക് ആയിട്ട് വൈബ്രന്റ് ആയിട്ട് ആ ഒരു പ്രസന്റേഷനിൽ നമ്മളത് പിടിച്ചു കഴിഞ്ഞാൽ അന്ന് കപ്പടിക്കും. അതായത് ഞാൻ ചെയ്ത കാലത്തുണ്ടായിരുന്ന ഒരു ടെക്നിക്ക്, അതന്ന് നല്ല ഫലവത്തായിട്ടുള്ള ടെക്നിക്കാണ്. പിടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോ ഇന്നും അതൊരു ടെക്നിക്കാണ്. പ്രസന്റേഷൻ പോയി കഴിഞ്ഞാൽ പോയി. നമ്മൾ എനർജറ്റിക് ആയിട്ട് വൈബ്രന്റ് ആയിട്ട് 2 തമാശ ഒക്കെ ഇട്ട് കൈ നിടാൻ പറ്റുന്ന ഇട്ടിട്ട് അവരെ കറക്കിനെടുക്കണം. അവിടെയാണ് കഴിവ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ChatGPT AI ടൂളുകളൊക്കെ ഒരുപാടുണ്ട്. ഇൻഫർമേഷൻസ് കോണ്ടന്റ് എടുക്കുന്നതിന് പ്രശ്നമല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രസന്റേഷനിൽ ജഡ്ജിങ്ങിന് വരുന്ന സമയത്ത് അവരെ നമ്മുടെ കയ്യിലെടുക്കണം. എന്നാൽ നമുക്ക് ചാൻസ് ഉണ്ട് വിൻ ചെയ്യാനുള്ള എന്നുള്ളതാണ്. എക്സാം വാല്യൂ ഫാക്കൽറ്റീസ് എല്ലാവരും ഇതുപോലെ ശാസ്ത്രമേളയിൽ സ്റ്റേറ്റ് ലെവലിലും ജില്ലാ തലങ്ങളിലൊക്കെ പങ്കെടുത്തുള്ള ആളുകളാണ്. പക്ഷെ പലരും ഇന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ദിവസം നമുക്ക് എന്ത് ചെയ്യും, ഒരു ലോങ് വീഡിയോ നമുക്ക് പ്ലാൻ ചെയ്യാം. അജ്മൽ സാർ ഉണ്ട്, പിന്നെ നിയാസ് സാർ ഉണ്ട്, ഷഫീർ സാർ ഉണ്ട്, നമ്മുടെ റൌഫ് സാർ, മേഷാൻ സാർ, അഫ്തർ സാർ, എല്ലാ സാറുമാരും ഉണ്ട്, നമുക്ക് ഉണ്ട്. എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ശാസ്ത്രമേളകളിലൊക്കെ പുലികളായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ നമുക്ക് കേൾക്കാം. നിങ്ങളുടെ ചാനലിൽ നമ്മുടെ പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. താങ്ക് യു.